ഹായ് ഡിയർ ഫ്രണ്ട്സ്, വ്യത്യസ്തമായ ഒരു റൈസാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ക്യാപ്സിക്കം റൈസ് അല്ലെങ്കിൽ ക്യാപ്സിക്കം പുലാവ് എന്ന് പറയാം. 1 കപ്പ് ബസ്മതി റൈസും പിന്നെ 1 ക്യാപ്സിക്കം, ഇതുകൊണ്ട് ഒരു 3 പേർക്ക് കഴിക്കാനുള്ള ആ ഒരു ക്വാണ്ടിറ്റി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിൽ എപ്പോഴും ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ രോഷിനിയാണ് ആൻഡ് വെൽക്കം ടു ടിങ്കിൾസ്. ആദ്യം നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇതുപോലെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 4 കപ്പ് വെള്ളം ഉണ്ടാവും. ഇതിലേക്ക് 1 ഏലക്ക, 1 ഗ്രാമ്പു, പിന്നെ 1 പീസ് കറുവാപ്പട്ട, ഇത്രയും ഇട്ട് കൊടുക്കാം. കുറച്ചധികം വെള്ളം വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ അരി വെന്ത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് 20 മിനിറ്റ് ഒന്ന് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനാവശ്യമായ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു 12 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ഒരു 90% ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. നമുക്കിനി ഇതൊന്ന് ഊറ്റി എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തോർന്നു വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് ആവശ്യമായ ഒരു സ്പെഷ്യൽ മസാലയുണ്ട്, അതൊന്ന് റെഡിയാക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, ഇത്രയും ഇട്ടിട്ട് ആദ്യം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉഴുന്നൊക്കെ ഒന്ന് നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 വറ്റൽമുളക്, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് തക്കോലം, 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ല ഒരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തേങ്ങയുടെ കളറൊന്നും മാറിയിട്ടില്ല, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ഇത് കുറച്ച് തരിയോട് കൂടിയാണ് പൊടിച്ചെടുക്കുന്നത്, നല്ല പൗഡറാക്കിയിട്ടില്ല. ഓക്കെ, ഇനി ഇതുപോലൊരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ സവാള ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ സവാള ഇതുപോലൊന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് 1 ക്യാപ്സിക്കം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം ഒന്ന് ഹാഫ് കുക്കായി കിട്ടുന്നത് വരെ നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ മതിയാവും. കൂടെ തന്നെ നമുക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും 1 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുക്കായിട്ട് വരണം. ടൊമാറ്റോ ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1/2 ടീസ്പൂൺ
മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ മസാലയൊക്കെ നമ്മുടെ വെജിറ്റബിൾസിൽ നന്നായിട്ടൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ടൊന്ന് പിടിച്ച് വരാനാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. ചോറ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ സാവകാശം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. എന്നിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ സെർവ് ചെയ്യാൻ നേരത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റിയിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ സാലഡോ അല്ലെങ്കിൽ പിക്കിൾസോ എങ്ങനെയാണെങ്കിലും കഴിക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്യാപ്സിക്കം റൈസിന്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.